നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാർച്ച് 30-ന് മുമ്പായി ആധാർ കാർഡ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ രൂപത്തിലുള്ള ഫൈനുകളും അതുപോലെ തന്നെ പിന്നീട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ആധാർ കാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുപോലുള്ള വാർത്തകൾ മാത്രമാണ് വരുന്നത്. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസുകൾ വരുന്നത്. പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങളത് അറിഞ്ഞിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് സർക്കാർ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് സൗജന്യമായി തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു. അക്ഷയയിൽ കൊടുക്കേണ്ട ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ അതിന് ഫൈൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ മാസം 30-ാം തീയതി അതിൻ്റെ കാലാവധി കഴിയുകയാണ്. ഇനി സർക്കാർ നീട്ടുകയില്ലയോ എന്ന് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. ആധാർ കാർഡ് എടുത്ത് 10 വർഷമായ ആളുകൾക്കാണ് ഈ അപ്ഡേഷൻ നിർബന്ധമാകുന്നത്. അല്ലാത്ത ആളുകൾക്ക് ഫോൺ നമ്പർ മാറ്റാനോ അല്ലെങ്കിൽ അഡ്രസ്സോ പേരോ ഫോട്ടോ മാറ്റാൻ വേണ്ടി മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുള്ളൂ. 10 വർഷമായി എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ ഇതൊന്നും മാറ്റാനില്ലെങ്കിൽ പോലും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് രേഖയും കൊടുക്കാതെയായിരുന്നു ആധാർ കാർഡ് എടുത്തത്. ആധാർ എടുക്കുന്ന സമയത്ത് അതിലെ ഡേറ്റ് ഓഫ് ബർത്തോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും അന്ന് ലാൻഡ് ഫോൺ നമ്പറുകളും അതുപോലെ തന്നെ കറക്റ്റായി അഡ്രസ്സ് കൊടുത്തിട്ടില്ല, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി കൊടുത്തിട്ടില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ഈ ആധാർ കാർഡ് വെച്ച് അവരുടെ കാര്യങ്ങളിലെല്ലാം അവർ ലിങ്ക് ചെയ്യുകയും ഇപ്പോഴാണ് സർക്കാർ തലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ആധാർ നിർബന്ധമാകുന്ന സമയത്താണ് അതിലെ ഓരോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പോലും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് മാറ്റാനുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ആധാറിലെ ഒരു പേര് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമുക്ക് കൊടുക്കാൻ സാധിക്കുക നമ്മുടെ കറക്റ്റ് പേരുള്ള ഫോട്ടോ പതിച്ച ക്ലിയർ ആയിട്ടുള്ള രേഖയുടെ ഒറിജിനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മൾ ഒറിജിനൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് മറ്റ് കോപ്പികൾ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കരുത്. നമ്മൾ കൊടുക്കുന്ന രേഖ വെച്ചായിരിക്കാം അക്ഷയയിൽ നിന്ന് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കുന്ന രേഖ ഒറിജിനൽ തന്നെയാകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഒറിജിനൽ രേഖ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് പേര് മാറ്റാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പല ആളുടെയും ആധാർ കാർഡിൽ ജന്മവർഷം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിലേത് മാസമാണെന്നോ ഏത് വർഷമാണെന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ടാകില്ല. നമ്മൾ അത് വെച്ചായിരിക്കും ഇത്രയും കാലം അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ആധാർ കാർഡിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട്, ഏത് മാസമാണ് ഏത് തീയതിയാണെന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പല ആളുടെയും ആധാർ കാർഡിൽ 1-1 കണക്കാക്കിയാണ് ആധാർ കാർഡ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആധാർ കാർഡ് ഫസ്റ്റ് എടുത്ത സമയത്ത് നമ്മുടെ വോട്ടർ ID കാർഡായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പഴയ രൂപത്തിലുള്ള ലാമിനേഷൻ ചെയ്ത വോട്ടർ ID കാർഡിൽ നമ്മുടെ വയസ്സ് മാത്രമാണ് കൊടുത്തത്, അല്ലാതെ ജനനത്തീയതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതവർ കാൽക്കുലേറ്റ് ചെയ്താണ് അന്ന് കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും വയസ്സും ക്ലിയറും കറക്റ്റായി കൊടുക്കുക. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതിന് പിറകെ നടക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടുതൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പാസ്പോർട്ടോ അങ്ങനെ ആധികാരികമായ രേഖ തന്നെ ഒറിജിനൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ കോപ്പി കൊടുക്കുന്ന രേഖയിൽ നമ്മുടെ QR കോഡുള്ള രേഖകളുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ QR കോഡുള്ള ജനന സർട്ടിഫിക്കറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്താലും ശരി, അതിൽ QR കോഡുള്ള രേഖ ആണെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പല ആളുടെയും മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫോട്ടോ. പല ആളുടെയും ആധാർ കാർഡിലെ ഫോട്ടോ പഴയ ഫോട്ടോസാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ ഫോട്ടോ മാറാനുള്ള ഒരു അപേക്ഷ കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഫോട്ടോയും മാറുന്നുള്ളൂ, അല്ലാത്ത പക്ഷം ഫോട്ടോ മാറുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ആധാർ കാർഡ് അപ്ഡേഷനും. ഇത്രയും കാലം ഫ്രീ ആയിട്ടുള്ള അപ്ഡേഷൻ ചിലപ്പോൾ സർക്കാരിന് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും വരും. നമ്മുടെ പാൻ കാർഡ് ലിങ്ക് ചെയ്യാൻ ഇപ്പോൾ 10,000 രൂപ വരെ ഫൈൻ ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും വരും. നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുക. ഇതിൽ പല പ്രവാസികളുമാണ് ഇപ്പോൾ കൊടുക്കാൻ സാധിക്കാത്തത്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഴയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന OTP വെച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നാട്ടിൽ ഇത് ചെയ്യാൻ സാധിച്ചാൽ മതി. പുതിയ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. പല ആളുടെയും ആധാർ കാർഡിൽ അന്ന് കൊടുത്ത ലാൻഡ് ഫോൺ നമ്പറുകളോ അല്ലെങ്കിൽ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച മൊബൈൽ നമ്പറോ ആയിരിക്കും. ആധാറിലെ OTP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കാര്യങ്ങൾക്കും ആധാർ കാർഡിലെ OTP വെച്ചാണ് നമ്മൾ സർക്കാരിൽ നിന്ന് ഓരോ ആനുകൂല്യങ്ങൾക്കും ഓരോ അപേക്ഷകൾക്കും നമ്മൾ നൽകേണ്ടത്. ഫോൺ നമ്പർ കൊടുക്കാനുള്ള അവസരം ഇപ്പോൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം.
ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് OTP വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ മാറ്റുക. ആധാറിലെ മൊബൈൽ നമ്പർ മാറ്റാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്ന് നമ്മുടെ ഫിംഗർ വെച്ച് നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. ഇങ്ങനെല്ലാ കാര്യങ്ങളും ഈ മാർച്ച് മാസം 30-ന് മുമ്പ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം, മാർച്ച് മാസം ഇപ്പോൾ സാമ്പത്തിക വർഷം അവസാനമാണ്. അടുത്ത വർഷം 2025-26 വർഷത്തേക്ക് 26-27 വർഷങ്ങളിലേക്കെല്ലാം സർക്കാർ ചിലപ്പോൾ പുതിയ നിയമങ്ങളും പുതിയ കാര്യങ്ങളും കൊണ്ടുവന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഇക്കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 5 വയസ്സിനും 15 വയസ്സിനും മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ ഈ 2 സമയത്തും ആധാർ കാർഡ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുക. നമ്മുടെ വയസ്സ്, ഫോൺ നമ്പർ, ഫോട്ടോ, അഡ്രസ്സ് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ആധാർ കാർഡ് നമ്മുടെ മാത്രം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ സൂക്ഷ്മമായി പരിശോധന നടത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.